ഞായറാഴ്ചയാണ്. ഇന്ന് സഭയിൽ ഏകീകൃത കുർബാന മാത്രം കാണേണ്ട ദിവസമാണ്. ആ ഏകീകൃത കുർബാന കാണേണ്ട ദിവസം അത് കാണാതിരുന്നാൽ ചാവുദോഷമുണ്ട് എന്ന് ലോകധാരികൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ കാണും. എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ ഏകീകൃത കുർബാന കാണാനുള്ള വിശ്വാസികളുടെ അവകാശം എവിടെയുണ്ട്? വടുതലപ്പള്ളിയുണ്ടോ? 6 ഇടത്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങളെ. 6 ഇടത്താണ് ഇവിടെ ഞായറാഴ്ച കുർബാനയും കാറ്റഗിസവും ഉള്ളത്. ഒന്ന് കോന്തുരുത്തിയല്ല, ഒന്ന് റിന്യൂവൽ സെൻറ്റർ, ഒന്ന് ചാവറ, ഒന്ന് പത്താമ്പിയൂസ് SRM റോഡിൽ, ഒരെണ്ണം ചിറ്റൂര്, ഒരെണ്ണം വടുതല. ഇതെല്ലാം വലിയ വലിയ പള്ളികൾ പോലെ പ്രവർത്തിക്കുന്ന പള്ളികളാണ്. അവിടെയെല്ലാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 2000 കുടുംബങ്ങൾ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഉണ്ട് എന്ന് PRO പറഞ്ഞു. അതുകൂടാതെ ഇടവകാംഗങ്ങളല്ലാത്ത 500 കുടുംബങ്ങളും ഈ സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയെ ആശ്രയിച്ച് അവരുടെ വിശ്വാസ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ബസിലിക്കയിൽ നമ്മുടെ PROയുടെ ഇന്നലത്തെ ഒരു കായികം കണ്ടു. അദ്ദേഹം സഭാവിരുദ്ധരായി ഞങ്ങളെ പ്രഖ്യാപിച്ചു. അതായത് മെത്രാന്മാർ സിനഡ് കൂടി തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതും സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഏകീകൃത കുർബാന മാത്രമേ നടത്താവുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന ആ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളാണ് സഭാവിരുദ്ധർ. കർദിനാളുടെ കോലം കത്തിച്ചവനും വാസിലിനെ കുപ്പി എറിഞ്ഞ് തടഞ്ഞവനും എല്ലാം സഭാനുകൂലി. അങ്ങനെയുള്ള ഒരു സഭാനുകൂലിയായ ഒരു തെണ്ടി കത്തനാരാണ് ഇന്ന് PRO. കള്ളം മാത്രം പറയുന്നവനും എഴുതി വിടുന്നവനും. ആലോചിച്ച് നോക്ക്. ആളിക്കുറിയവൻ, അകവളവൻ, മുതുകത്ത് പുല്ലൻ, മുച്ചൂണ്ടൻ എന്നിവയൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു. അവനാണ് ഇന്നലെ സഭാവിരുദ്ധരായി ഞങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താ ഞങ്ങൾ സഭാവിരുദ്ധരായ ഞങ്ങൾ ചെയ്ത കുറ്റം? 2 കോടതി വിധികൾ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലും അതിൻ്റെ പരിസരത്തും യാതൊരുവിധ കൂദാശകളും നടത്താൻ മേല, കുർബാന പോലെയുള്ള ആ 2 കോടതി വിധികളെ ലംഘിച്ചുകൊണ്ട് ഇന്നലെ നടത്തിയ പട്ടം കൊടുക്കൽ ശുശ്രൂഷയെ പറ്റിയാണ്. പട്ടം കൊടുക്കൽ ശുശ്രൂഷ നടത്താറുണ്ട് എല്ലായിടത്തും. ഇന്നലെയാണ് എന്ന് എനിക്ക് തോന്നുന്നു മാനന്തവാടി രൂപതയിലെ 7 ഡീക്കന്മാരുടെ പട്ടം കൊടുക്കലിനെ പറ്റി പറഞ്ഞു. അത് ഓരോ ദിവസവും ഓരോ പള്ളികളിൽ, അതായത് അവരുടെ പള്ളികളിൽ. അങ്ങനെയാണ് ഇവിടെ ഇത്രയും കാലം ഇവിടെ നടത്തിയിരിക്കുന്നത്. 30 കൊല്ലമോ 40 കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഇവിടെ നടത്തിയത് ഒരു ഒറ്റ ഹോൾസെയിൽ പട്ടം കൊടുക്കലും നടന്നിട്ടില്ല. ഈ ഇടവക്കാരുടെ ഓരോ കുർബാനകൾ നടന്നു, കുർബാനയും നവോജാർപ്പണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിലൊക്കെ സംഭവിച്ചിട്ടുള്ളവനാണ് കഴിഞ്ഞ കൊല്ലത്തെ ഒഴിച്ച്. അപ്പം ആ PRO എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇവിടെ നടത്തിയത്? അത് ഒരു ധിക്കാരം കാണിച്ചതാണ്. സഭാവിരുദ്ധരാണ്, അവരാണ് സഭാവിരുദ്ധര് PRO, അല്ലാതെ ഞങ്ങളല്ല. ഞങ്ങൾ എന്താവശ്യപ്പെടുന്നു? മെത്രാന്മാരുടെ സിനഡും മെത്രാന്മാർ പിന്നീട് ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച കുർബാനയല്ല ഞങ്ങൾക്ക് വേണ്ടത്. മെത്രാന്മാർ പറഞ്ഞ ഏകീകൃത കുർബാനയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഒരാശ്വാസമുണ്ട്, ഇന്നലെ ഏകീകൃത കുർബാനയാണ് നടത്തിയത്. പക്ഷേ അതും കോടതി വിധിയെ ലംഘിച്ചായതുകൊണ്ടാണ് ഞങ്ങളതിനെ പിന്നെ കൈയടക്കി വെച്ചു. ഞങ്ങളുടെ പേര് നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടോ. അത് വേണ്ടതാണ്. അത് നിയമ നടപടിയിൽ ആദ്യം മുതൽ തുടങ്ങട്ടെ. അയാളുടെ പൂർവികന്മാരായ ഇതിനു മുമ്പ് കാണിച്ച അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ 2022 ഡിസംബർ 23 നടത്തിയെന്ന് മാർപ്പാപ്പ കണ്ട ബോസ്കോ പുത്തൂരിൻ്റെ എൻ്റെ PRO അതൊന്ന് നോക്കണേ. ആ ബോസ്കോ പുത്തൂരിൻ്റെ അപ്പോയിൻറ്റ്മെൻ്റ് ലെറ്റർ ഉണ്ട്, അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ. അതിന് മലയാളം അറിയത്തില്ലെങ്കിൽ ആ ശൂരനാടൻ്റെ നിഘണ്ടുവിൽ അത് കാണും. ഒന്ന് നോക്കെന്താന്ന്. അവർക്കെതിരെ ആദ്യം നടപടി എടുക്കണു.
അതിനുശേഷം ബാക്കി ഞങ്ങൾ കേൾക്കാം. ഞങ്ങളെ മഹറോൻ ചൊല്ല്, ഞങ്ങൾ തയ്യാറാണ്. അതിനെന്നാ ഈ മഹ്റോനെ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഈ സഭയിൽ നിൽക്കുന്നത് കൊണ്ട് ഏകീകൃത കുർബാന കഴിഞ്ഞ 4 കൊല്ലമായിട്ടില്ല. ഞങ്ങളുടെ മരിച്ചുപോയവർക്കൊരു ചടങ്ങുകൾ നടത്താനില്ല. അറിയാവോ? അത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസത്തിലൂടെ നിൽക്കുന്ന ഒരുത്തർക്കുമില്ല. ആകപ്പാടെ മരണാനന്തര ചടങ്ങ് നടക്കാവുന്ന ഒരേ ഒരു പള്ളി തോപ്പിൽ പള്ളി മാത്രം. അവിടെ മാത്രമേ സെമിത്തേരി ഉള്ളൂ. ബാക്കി ഏകീകൃത കുർബാന സ്ഥിരം നടക്കുന്ന പള്ളികളിൽ പോലും പിന്നെ സെമിത്തേരി ഇല്ല. അതറിയാവോ? അത് PRO അറിഞ്ഞിരിക്കണം. ജനറൽ നോളജ് വേണം PRO ഇവിടെ. ഏവനൊക്കെ എന്തെല്ലാം പോക്രിത്തരങ്ങൾ കാണിച്ചെന്ന് അന്വേഷിച്ചിട്ട് വേണം എഴുതാൻ. സഭാവിരുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ താൻ ആരാടാ ഹൂവേ?